നമ്മൾ ഇറാൻ്റെ വീരവാദങ്ങൾ ഓരോന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ ഹമാസ് അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഞാൻ ഇറാനെ പറ്റി, ഇറാനും ഇസ്രായേലും തമ്മിലൊരു സ്ട്രൈക്കോ അടിയോ കോൺഫ്ലിക്റ്റോ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇറാൻ എന്ന രാജ്യത്തിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റിയെ പറ്റി ഞാൻ പല വീഡിയോയും ചെയ്തു. നിങ്ങൾക്ക് അത് ഓരോന്ന് വേണമെങ്കിൽ എടുത്ത് നോക്കാം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞത്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്ന പല എക്യുപ്മെൻസും വെപ്പൺസും അതായത് പ്രായം ചെന്നതാണ്. അവരുടെ ടാങ്കുകൾ പോലും 40 വർഷം പഴയതാണ്. ഇതിൻ്റെ ഒന്നും സ്പെയർ പാർട്സ് പോലും ഇവർക്ക് കിട്ടാനില്ല. ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണ്. അതനുസരിച്ച് ഇവർക്ക് ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പറഞ്ഞാൽ പല ഡിഫൻസ് എക്സ്പേർട്ടുകൾ പല ഡിഫൻസ് സ്ട്രാറ്റജിക് മാഗസിനിൽ കൊടുത്ത് അവരുടെ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുള്ളതാണ്. പിന്നൊരു കാര്യം പറഞ്ഞു, ഇവരുടെ എയർഫോഴ്സ് എന്ന് പറയുന്നത് വലിയ പൂജ്യമാണ്. കാരണം പണ്ട് ഈ ഷാ പലവി ഇരുന്ന സമയത്ത്, അതായത് നേരത്തെ ഇറാനിയൻ റവല്യൂഷൻ, ഇസ്ലാമിക് റവല്യൂഷൻ വരുന്നതിന് മുമ്പ് അമേരിക്ക കൊടുത്ത F-15 ഫാൻറ്റം, ആ എയർക്രാഫ്റ്റാണ് ഇവരുടെ കയ്യിലുള്ളത്. അത് ഇവർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അമേരിക്കൻ സാങ്ഷൻ അതിൻ്റെ പേരിൽ സ്പെയർ പാർട്സ് ഇത് മോഡേണൈസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതേപോലെ ഞാൻ പറഞ്ഞ 2-3 പോയിന്റുകൾ ഓരോന്നായിട്ട് പറയാം. കഴിഞ്ഞ 1 മാസം മുമ്പ് ഇറാൻ പോയി പാകിസ്ഥാനിൽ മിസൈൽ ഇട്ടു. അതായത് ബലൂച്ച് ഇഷ്യൂവിൽ അവിടുത്തെ ടെററിസ്റ്റുകളെ നർച്ചർ ചെയ്യുന്നത് പാകിസ്ഥാനാണെന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ്റെ ബോർഡറിൽ കൊണ്ട് ഇറാൻ മിസൈൽ അയക്കുന്നു. പെട്ടെന്ന് പാകിസ്ഥാൻ അടുത്ത ദിവസം റിട്ടാലിയേറ്റ് ചെയ്യുന്നു. ആലോചിക്കുക, ഇവർ വിട്ട മിസൈലിൽ ആർക്കും ഒന്നും പറ്റുന്നില്ല, ആരും കൊല്ലപ്പെടുന്നില്ല. പക്ഷെ പാകിസ്ഥാൻ ടെറിട്ടറിയിൽ ഈ മിസൈൽ വന്ന് വീണപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സ് അത് റിട്ടാലിയേറ്റ് ചെയ്തു. 48 പേരാണ് ഇറാനിയൻസ് മരിച്ചു പോയത് ബലൂച്ചിൽ. പെട്ടെന്ന് ഇറാൻ്റെ അംബാസിഡർ, ഇറാൻ ആദ്യം എന്ത് ചെയ്തു, ഇറാൻ്റെ അംബാസിഡറെ പിൻവലിക്കുന്നു. പാകിസ്ഥാൻ അവരെ ഇറാനിയൻ അംബാസിഡറെ സാക്ക് ചെയ്യുന്നു. തിരിച്ചു അങ്ങനെ ഉണ്ടാകുന്നു. ഒറ്റ ദിവസത്തിനുള്ളിൽ ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പോയിട്ട് പാകിസ്ഥാൻ്റെ കാലെ പിടിക്കുക. കാരണം നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട. അന്നേ ഞാൻ പറഞ്ഞു, പാകിസ്ഥാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി, എയർഫോഴ്സ് കേപ്പബിലിറ്റി ഇറാനേക്കാളും 100 മടങ്ങ് കൂടുതലാണ്. കൃത്യമായിട്ടാണ് പറഞ്ഞത്. കാരണം ഒരു പാകിസ്ഥാൻ ഇറാൻ വാർ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇറാൻ ജയിക്കത്തില്ല. കാരണം മാൻ പവർ ഉണ്ട്, വെൽ ട്രെയിൻഡ് അല്ല. പുതിയ എക്യുപ്മെൻസുമായിട്ട് ഇപ്പോഴത്തെ അവിടുത്തെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന പട്ടാളക്കാർ ട്രെയിൻഡ് അല്ല. ഇത് ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോഴും പല ആൾക്കാരും ഇറാനെ വളരെയധികം പുകഴ്ത്തുന്നു. അറേബ്യൻ രാജ്യങ്ങളുടെ ഗോഡ് ഫാദറാണ് ഇറാൻ, അറേബ്യൻ രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇറാനെ കഴിയത്തുള്ളൂ എന്നൊക്കെ എത്രയോ കമൻസ് അതിൻ്റെ താഴെ വന്നതെന്നറിയോ. വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, 2022 സുലൈമാനി എന്ന് പറഞ്ഞ അവരുടെ റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ തലവനെ അമേരിക്ക തട്ടുന്നു ട്രംപ് ഇരുന്ന സമയത്ത്. 2020 തട്ടുന്നത്. അതിനുശേഷം ഇറാൻ റിട്ടാലിയേഷൻ നടത്തുന്നു ബാഗ്ദാദ് എയർപോർട്ടിൽ, അമേരിക്കൻ ബേസിൽ. 18ഓളം ലോങ് റേഞ്ച് മിസൈൽ, ഏകദേശം 1500 കിലോമീറ്റർ ലോങ് റേഞ്ച് മിസൈൽ അറ്റാക്ക് ചെയ്തത് ബേസിലാണ്, അമേരിക്കൻ ബേസിലാണ്. ഒരു അമേരിക്കൻ പട്ടാളക്കാരനും കൊല്ലപ്പെടുന്നില്ല. ചില ബിൽഡിങ്ങിന് ഡാമേജ് ഉണ്ടായി. അപ്പോഴും ഞാൻ വളരെ അതിനെ കോട്ട് ചെയ്ത് പറഞ്ഞു, ഇവരുടെ ഈ ലോങ് റേഞ്ച് മിസൈൽ എന്ന് പറഞ്ഞ ഹാംലെസ് ആണ്. അതാണ് ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്, അതാണ് ഹൂത്തികൾ ഉപയോഗിക്കുന്നത്. ഇവരെത്ര ഉപയോഗിച്ചിട്ട് ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഇത് എവിടുന്ന് ഫയർ ചെയ്യുന്ന എങ്ങോട്ട് പോകുന്നെന്ന് ഹൂത്തികൾക്ക് പോലും അറിയത്തില്ല. ഇതാണ് ഷാർപ്പ്നെസ് ഇല്ല. ഇനി അടുത്ത സംഭവത്തിലോട്ട് പോകാം. ഇറാൻ എന്താണ് കഴിഞ്ഞ 2023 പത്രസമ്മേളനം നടത്തിയിട്ട് ഇറാനിയൻ അലി ഖുമൈനി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അത് ഞാനിതെടുത്ത് കണ്ടു 2-3 ദിവസം മുമ്പ്. അതായത് ഇറാൻ ഡെവലപ്പ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ, ക്രൂസ് മിസൈൽ, സർഫേസ് ടു സർഫേസ്, അത് 4.5 സെക്കൻഡ് കൊണ്ട് ഇസ്രായേലിലെത്തുമെന്നാണ് പറഞ്ഞത്. 4.5 സെക്കൻഡ്.
അപ്പോൾ അതിന് പല റേഞ്ചുകളുണ്ട്. അത് ചില റേഞ്ചുകളൊക്കെ അവിടുന്ന് ഇറാനിൽ നിന്ന് ഫയർ ചെയ്താൽ അമേരിക്കയിൽ വരെ എത്തും എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മളിത് കണ്ടതാണ്. ഈ ഇപ്പം നടന്ന അറ്റാക്കിൽ ഇറാൻ നടത്തിയ ഏകദേശം 200ഓളം മിസൈൽസും 400-ൽ പരം ഡ്രോൺസ്. ഇത് എയർബോൺ ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേലി സൈറൺ കൊടുത്തു. അപ്പൊ അത്ര ഇപ്പൊ ഇസ്രായേലിന്റെ ടെക്നോളജി മനസ്സിലായി. കാരണം അത് ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേലിന് സൈറൺ കൊടുത്തു. സംഭവം അവിടുന്ന് മിസൈൽ അയച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ റിലയബിൾ അല്ല. കാരണം ഇത് ഫ്ലൈ ചെയ്യാൻ സമയമെടുക്കും. 1000 കിലോമീറ്റർ 1500 കിലോമീറ്റർ ഫ്ലൈ ചെയ്യാൻ സമയമെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇറാൻ നേരത്തെ പറഞ്ഞത് 4.5 സെക്കൻഡ്. അപ്പം അതും പൊളിഞ്ഞു, അതും കള്ളവാന്ന് പൊളിഞ്ഞു. അവരുടെ ഡ്രോണിന്റെ സ്പീഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. 200 കിലോമീറ്റർ സ്പീഡ്. ആലോചിക്കുകയും ഇപ്പൊ ഇന്ത്യയിലെ നാഷണൽ ഹൈവേയിലും സൂപ്പർ ഹൈവേയിലൊക്കെ കാറുകൾ ഓടുന്ന 200 കിലോമീറ്റർ സ്പീഡിലാണ്. അവരുടെ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന 200 കിലോമീറ്റർ സ്പീഡിലാണ്. അതിന്റെ പേലോഡ് എന്ന് പറയുന്നത് വെറും 40 കിലോ. 40 കിലോ പേലോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ചെറിയ അമ്പലത്തിലൊക്കെ ഉത്സവം നടത്താൻ നേരം 40 കിലോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ വീടുകളിലൊക്കെ വിഷുവിനും ദീപാവലിയൊക്കെ പൊട്ടിക്കുന്ന പടക്കം പോലെ ഏകദേശം 100 കിലോ വരാറുണ്ട്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ 40 കിലോ പേലോഡ് എന്ന് പറയുന്ന ഒരു പുല്ലുമല്ല. അതാണ് സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇത് ഫ്ലൈ ചെയ്യാൻ 200 കിലോമീറ്റർ സ്പീഡ്, അത് അവരുടെ ക്രൂസ് മിസൈൽ എന്ന് പറയുന്നത് അത് വലിയ സ്പീഡാന്ന് പറഞ്ഞു. ഇതിനെയല്ലേ എയറിലിട്ടാണ് അടിക്കുന്നത്, ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഇസ്രായേലി പ്രധാനമന്ത്രി പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് രാവിലെ? 99% ഇന്റർസെപ്റ്റ് ചെയ്തു. 99%. ആലോചിച്ച് നോക്കുക ഇസ്രായേലി ടെക്നോളജി എത്രമാത്രം ഫാസ്റ്റ് മൂവിങ് ആണ്, മോഡേൺ ആണെന്ന്. അതായത് 99% ഇന്റർസെപ്റ്റ് ചെയ്തു. ഏകദേശം 400-ൽ പരം ഡ്രോൺ 4ഓളം ഭാഗത്തുനിന്ന് ഹൂത്തികൾ ഫയർ ചെയ്യുന്നു, ഹിസ്ബുള്ള ഫയർ ചെയ്യുന്നു, ഇറാഖിലെ മറ്റൊരു അൽബാദർ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അവർ ഫയർ ചെയ്യുന്നു, പ്രോക്സീസ് മുഴുവനും ഫയർ ചെയ്യുന്നു. അത് ഇറാന്റെ ടെറിട്ടറിക്ക് അതുവരെ കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ എന്താണ് വാറിന്റെ ലേറ്റസ്റ്റ് ടെക്നോളജി? അപ്പം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എയർ വാർഫെയർ. അതിലാര് ഡോമിനേറ്റ് ചെയ്യുന്നു അവൻ യുദ്ധം ജയിക്കും. വളരെ 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 സിമ്പിളായ സംഭവമാണ് ഇത്. വലിയ റോക്കറ്റ് ടെക്നോളജി ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അതായത് ഇറാന്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ ഫ്ലെഡ്ജ് വാർ നടക്കുകയാണെങ്കിൽ ഇസ്രായേൽ അതിനെ തവിട് പൊടിയാക്കും. അതായത് ടെഹ്റാൻ എന്ന് പറഞ്ഞ സിറ്റിയെ കാണത്തില്ല, ആ രീതിയിലാക്കി കളയും. എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ ഇസ്രായേലിൽ റിട്ടാലിയേഷൻ നടത്തുമെന്ന്. കാരണം അവർക്കൊന്നും സംഭവിച്ചില്ല. 7 വയസ്സുള്ളൊരു കുട്ടിക്ക് ചെറുതായിട്ട് ഇഞ്ചേർഡായി. അവരുടെ ഗോലൻ ഹൈറ്റുള്ള ഒരു ബേസിന് ചെറുതായിട്ട് മൈനർ പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എന്നുണ്ടായി അന്ന് മുതൽ അവർക്ക് അവരുടെ ചുറ്റുമുള്ള ശത്രുക്കളുമായിട്ട് എങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയാവുന്ന രാജ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഞാൻ 5-6 പ്രാവശ്യം പോയിട്ടുണ്ട് ഇസ്രായേലിൽ. ഈ പോകുമ്പോഴൊക്കെ 2-3 പ്രാവശ്യം ഈ പറയുന്ന പോലെ സൈറൺ വരുന്നു. ഈ ഹിസ്ബുള്ളയുടെ ആണെങ്കിൽ ഹമാസിന്റെ ഒക്കെ റോക്കറ്റ് വരുന്നു, ഇവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു രാജ്യമാണ്, ഒരു ചെറിയ രാജ്യമാണ്. ഇവരീ പറയുന്ന 400 ഡ്രോണും 200 മിസൈലും ഒക്കെ പോയ നേരത്തെ വീഡിയോ പറഞ്ഞ സെയിം പോയിന്റ് പറയും, ആ രാജ്യമില്ലാതായി പോകും. അപ്പൊ അതിനെ അവരെങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് ലോകത്തിന് കാണാവുന്ന സംഭവമാണ്. കേരളത്തിലെ ഈ ചില ആൾക്കാർ സാറ്റലൈറ്റ് മീഡിയയും ചില ഡിജിറ്റൽ മീഡിയയും എന്തൊക്കെയാണ് ഇറാനെ പറ്റി പറയുന്നത്? അറേബ്യൻ രാജ്യങ്ങളുടെ രക്ഷകൻ. ആലോചിച്ച് നോക്കുക, ഇറാൻ എങ്ങനെ രക്ഷകനാകാൻ പറ്റും? അവൻ്റെ ഇരിക്കുന്ന സാധനമെല്ലാം പാട്ട സാധനമാണ്. അതായത് ശിവകാശിയിൽ ഉണ്ടാക്കുന്ന ഈ വാണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലയോ, മറ്റേ ഈ പടക്കം സംഭവം, അതിൻ്റെ ക്വാളിറ്റി മാത്രമേ ഉള്ളൂ.
അത് കൊച്ചു പിള്ളേർ പറത്തുന്ന ഈ ചെറിയ ഡ്രോൺ എന്നൊക്കെ പറയത്തില്ലേ, അതായത് പിള്ളേർ കളിക്കുന്നത്, അതാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ലോകത്തിലെ ആധുനിക ഡ്രോൺ എന്നും പറഞ്ഞ് ഇസ്രായേൽ പത്രസമ്മേളനത്തിൽ കാണിച്ച സാധനമാണ്. ഇതിന് ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് മോഡേൺ വാർഫെയറിൽ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഇറാൻ വലിയ പൂജ്യമാണ്. നേരത്തെ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു. അതായത് കേരളത്തിലെ കുറച്ച് സുഡാപ്പികളും ഇറാൻ ഹമാസ് ആരാധകരുമാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഇറാനെ പറ്റി പറഞ്ഞ ഒരു ചാനലാണ് അൽ ജസീറ. ഇന്ന് രാവിലെ മുതൽ ഈ വാറിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പ്രധാന കാരണം എന്താ? അമേരിക്ക ഫ്ലൈ ചെയ്ത, അതായത് ഇന്റർസെപ്റ്റ് ചെയ്ത അമേരിക്കൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് മുഴുവനും ഫ്ലൈ ചെയ്തേക്കുന്നത് ഒരു ബേസ് സൗദി അറേബ്യ, അടുത്ത ബേസ് ദോഹയുമാണ്. ദോഹയുടെ മണ്ണിൽ നിന്ന്, അതായത് ഖത്തറിൽ നിന്നാണ് ഇത് എയർബോൺ ചെയ്തേക്കുന്നത്. പിന്നെ അവനെങ്ങനെ ഇസ്രായേലിനെതിരെ പറയാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. ഇതാണ് ഖത്തറിന്റെ സ്ഥിതി. അതുകൊണ്ടാണ് ഒന്നും പറയാതെ. കാരണം അവനും മനസ്സിലായി ഇറാൻ എന്ന് പറയുന്നത് വലിയ വട്ടപൂജ്യമാണെന്ന്. എന്താ ജോർദാൻ ചെയ്തത്? അവൻ അതേപോലെ കൗണ്ടർ അറ്റാക്ക് ചെയ്തില്ല, ഇന്റർസെപ്റ്റ് ചെയ്തില്ലയോ? എന്നിട്ട് ഇസ്രായേലിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല. ഇന്നിപ്പം അടുത്ത 10 മിനിറ്റ് മുമ്പ് ഇസ്രായേലി എയർപോർട്ട്, അതായത് ടെല്ലവീവ് ബെൻഗൂറിയൻ എയർപോർട്ട് റീ ഓപ്പൺ ചെയ്തു. അവിടെ സ്കൂളിന് അവധി കൊടുത്തു, അത് റീ ഓപ്പൺ ചെയ്തു. ആൾക്കാർക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റും എല്ലാം വരാം. കാരണം അവര് സേഫാ. പക്ഷെ ഇറാൻ ഇനി സേഫ് ആണോ? ഇതാണ് ചോദ്യം. അതായത് ഇറാൻ ഈ അറ്റാക്ക് ചെയ്യാതിരുന്നിരുന്നുവെങ്കിൽ വീണ്ടും കുറച്ച് നാൾ ഈ പറയുന്ന കേരളത്തിൽ അവർക്ക് ആരാധകർ കൂടിക്കൊണ്ടിരുന്നേനെ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കേണ്ട സംഭവമാണ്. അതായത് ഇവർ പ്രോക്സിയെ മുഴുവനും തകർക്കുക. ഇതായിരിക്കും അടുത്ത ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. ഹിസ്ബുള്ളയാണെങ്കിലും ഹൂത്തിയാണ്. ഇപ്പോൾ ഹൂത്തിയുടെ അനക്കമൊന്നുമില്ല, നേരത്തെ അങ്ങ് തടഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് ലിറ്ററലി ഇറാൻ ശരിക്കും ഈ സംഭവം ചോദിച്ചു മേടിച്ചു. മനസ്സിലാക്കുക, ഇറാന്റെ 18ഓളം സീനിയർ ജനറൽ ഉൾപ്പെടെയുള്ളവരെയാണ് ഇസ്രായേൽ തട്ടിയത്. അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് രാവിലെ കണ്ടു. ഇനി മുൻപോട്ട് എന്ത് സംഭവിക്കും? ഇനി ഇസ്രായേൽ റിട്ടാലിയേഷൻ നടത്തുകയാണെങ്കിൽ അവൻ സീന്ന് നടത്തും. കാരണം വലിയൊരു കോസ്റ്റൽ ലൈനാണ് ഇറാനുള്ളത്. സീന്ന് നടത്തും. പല രീതിയിലുള്ള ആധുനിക വെപ്പൺസ് ഉപയോഗിക്കും. കാരണം ഇപ്പോൾ തന്നെ വളരെ മോഡേൺ വെപ്പൺസ് ഉപയോഗിച്ചാണ് പലതും ഇന്റർസെപ്റ്റ് ചെയ്തേക്കുന്നത്. അവർ ഉറപ്പായിട്ടും അമേരിക്ക സഹായിച്ചു, UK സഹായിച്ചു. കാരണം എയർലി വാർണിംഗ് സിസ്റ്റം, കാരണം സാറ്റലൈറ്റ് ആണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ഒരു കാര്യം വളരെ ഉറപ്പ്, ഇറാന്റെ ടെറിട്ടറിക്കകത്ത് ഇസ്രായേലി ഡ്രോൺ പറക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ഡ്രോണിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറാൻ പറയുന്ന 200 കിലോമീറ്റർ അല്ല, ഏകദേശം 1000 കിലോമീറ്റർ അടുപ്പിച്ച് വരികയാണ്. അതായത് നോർമൽ സിവിലിയൻ എയർക്രാഫ്റ്റിന്റെ അതേ സ്പീഡുള്ള ഡ്രോണുകൾ ഇന്ന് അമേരിക്കയുടെ കയ്യിൽ, ഇസ്രായേലിന്റെ കയ്യിലും ഉണ്ട്. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇസ്രായേൽ എവിടെ നിൽക്കുന്നു, ഇറാൻ എവിടെ നിൽക്കുന്നു? ഇതാണ് പല ആവർത്തി ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ്, എപ്പോഴും അവർ അതിനെപ്പറ്റി ഇന്നോവേഷൻ നടത്തുവാണ്. ലോകത്തിലെ ഏറ്റവും നല്ല തല എന്ന് പറയുന്ന ഇസ്രായേലി തലകളാണ്. ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് അവർക്കാണ് കിട്ടിയേക്കുന്നത്. പ്രത്യേകിച്ച് ടെക്നോളജിയിലാണെങ്കിൽ അവർ വെൽ അഡ്വാൻസ്ഡ് ആണ്. ലോകത്താർക്കും അവരോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു രാജ്യത്തോടൊരു പീറ ഇറാൻ എന്ന് പറഞ്ഞ് അവന് എന്ത് ചെയ്യാൻ സാധിക്കും? അവനെ വീണ്ടും 7ാമത്തെ സെഞ്ചുറിയിലോട്ട് ഇതിനെ കൊണ്ടുപോകും. അതാണിപ്പോൾ കണ്ടത് നമ്മൾ.